സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നെല്ലിക്ക. ഈ നെല്ലിക്ക കൊണ്ട് നമുക്ക് പല ഗുണങ്ങളുണ്ട്. നെല്ലിക്ക തലമുടിക്ക് നല്ലതാണ്, കണ്ണിന് നല്ലതാണ്, ഏറ്റവും അധികം വിറ്റാമിൻ സി ഉള്ളതാണ്, വളരെ ടേസ്റ്റും ഉണ്ട് ഇതിൻ്റെ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാലും വളരെ നല്ലതാണ് നെല്ലിക്ക ജ്യൂസ് ഡെയിലി. ഇന്ന് ഞാനിതുകൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ കഴിക്കുമ്പോഴും അതിൻ്റെ ഗുണങ്ങളൊന്നും നശിക്കില്ല. അതിന് ഏറ്റവും ഈസി ആയിട്ട് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് പോണത്. ശരി, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ അടുപ്പ് കത്തിക്കുക. അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടേ കാണിക്കുന്നുള്ളൂ. വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാവുന്ന അച്ചാറാണ് കാണിക്കുന്നത്. ഇത് വെള്ളം തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് നെല്ലിക്ക അതിലിടാം. ഈ വെള്ളത്തിൽ കുറച്ച് മഞ്ഞളിടാം കേട്ടോ. കുറച്ച് മഞ്ഞളിട്ടു. ഒരു മിനിറ്റ് മതി ഇതൊന്ന് വാട്ടിയെടുക്കാനാണ് നെല്ലിക്ക. കുറച്ച് ഉപ്പ്, നെല്ലിക്കയിൽ ഉപ്പ് പിടിക്കണ്ട, അതിന് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഇനി അത് തിളക്കട്ടെ. നെല്ലിക്ക തിളച്ച വെള്ളത്തിലിടാം കേട്ടോ. 1 മിനിറ്റ് തിളക്കട്ടെ. ഒന്ന് തിളക്കട്ടെ. അടച്ച് വെച്ച് ചീഞ്ചട്ടിയെടുക്കും. ഒരു നുള്ളു ഉലുവ ഇട്ടു, ഒരു മിളക് ഇടാം. മുളക് അല്ലെങ്കിൽ 2 മുളക് ഇട്ടുള്ളൂ. ഉലുവ ഇട്ടു. ഇനി എണ്ണ, നല്ലെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. കുറച്ച് നല്ലോണം ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണയിലാണ് നമ്മൾ ഈ അച്ചാറുണ്ടാക്കുക. നല്ലെണ്ണ കുറച്ച് നല്ലോണം ഒഴിക്കണം, അത് ഓർക്കണം. കടുകും മിളകൊക്കെ പൊട്ടിയിട്ടാണ് നമുക്ക് പിന്നെ അതിൽ ഉലുവ തീ കുറയ്ക്കുക, ഉലുവ ഇടുക കേട്ടോ. ഉലുവയും കായും കേട്ടോ. കായിട്ടും ഉലുവ. ഇതാണ് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. അത് വേണമെങ്കിൽ കുറച്ചിടാം. ഉലുവിട്ട് നിർബന്ധമൊന്നുമില്ല ഉലുവ ഇടുന്ന. ഉലുവ നമ്മൾ അതിലിട്ടുണ്ട്. തീ കുറച്ച്. ഇനി നമുക്കൊന്ന് ഉപ്പിടാം. ഒരു ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കായം. അതുപോലെ ഇനി നമുക്ക് മുളക് ഇടാം. മുളക് ഇടുന്നത് തീ കൂടുതലായാൽ പറ്റില്ല, താഴാക്കി. അതിലിട്ടുണ്ട് ഓൾറെഡി, എന്നാലും ഇത്തിരി മഞ്ഞളിട്ടാണ് നല്ലത്. മുളക് പൊടി ഇടുമ്പോൾ കരിയാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. 2 ടീസ്പൂൺ മുളക് പൊടി, 2-3 ടീസ്പൂൺ ഇടാം മുളക് പൊടി ഇട്ടു. ഞാൻ അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നെല്ലിക്ക ആവി പൊളിക്കാം. അത് കൊണ്ടുവച്ചിട്ടുള്ള നെല്ലിക്ക ഇടക്കാം കേട്ടോ. അപ്പം നെല്ലിക്കയുടെ ഗ്രേവി തയ്യാറായി കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നെല്ലിക്ക ഒന്ന് 5 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം അതിന് നമുക്ക് വേവിച്ചിടാം. 1 മിനിറ്റേ വേണ്ടൂ. എളുപ്പം ചെയ്യാവുന്ന അച്ചാറാണത്. ചൂടാണ്. അധികം വേവണ്ട കേട്ടോ. ഇത്രയേ വേണ്ടൂ. അരിഞ്ഞ നെല്ലിക്ക അതാ ആവി കൊട്ട് അരിഞ്ഞ, കുറച്ച് ആവി കൊള്ളിച്ചിട്ടുള്ളതാണ്. നല്ല ടേസ്റ്റ് അല്ലേ. ഒരു കഷ്ണം കഴിച്ച് നോക്കും, കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ നെല്ലിക്കച്ചാറ് കലായി എത്ര എളുപ്പമാണ് കലായി നോക്കും. എല്ലാ കുരുക്കളും കൊണ്ട് ഇവിടെ നുറുക്കി എല്ലാം ചേർത്തു. കായം, മിളക്, ഉപ്പ് മാത്രമേ ചേർക്കട്ടോ. ഇത് കഴിക്കാം കേട്ടോ. യാതൊന്നും ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന അച്ചാറ് കലായി. ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ എന്ന് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും പറഞ്ഞത്.